എനിക്ക് വയ്യ, ഞാൻ കുഴഞ്ഞ്. മതി, ഇത് എവിടെ കിടന്ന് തള്ളണത്? അരമണിക്കൂറായിട്ട് ഇത് തന്നെയല്ലേ ജോലി? കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന അംബാസഡർ മതിയായിരുന്നു. കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന അംബാസഡർ ഇനി കിട്ടൂല. അതങ്ങേരെ എടുത്തില്ല, തുടരും സിനിമയിൽ കൊടുത്ത്. അതാണ് മോഹൻലാൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ചെന്ന് പറഞ്ഞു മഹാബലിക്കൊന്ന് കേരളം ചുറ്റണം കാരണം ഞാൻ പറഞ്ഞു 1.5 ലക്ഷം രൂപയെന്ന് വാടക, 5 ദിവസത്തെ വാടക. എന്താ ദൈവമേ, നമ്മളിനി എങ്ങനെ എത്തും? വല്ല ആട്ടോ എങ്ങനെ വിളിച്ച് പോകാൻ പാ? ഇപ്പം എന്താണ് അർജന്റാണ്? അർജന്റ് ആട്ടോ വിളിച്ച് പോകാനല്ല, ഏതെങ്കിലും ആശുപത്രിയിൽ പോയിട്ട് നന്നായിട്ടൊന്ന് ആവി പിടിക്കണം. വല്ല പ്രൈവറ്റ് ആശുപത്രി കയറിയിട്ടൊന്ന് ആവി പിടിച്ചിട്ട് പോവാം. പ്രൈവറ്റ് ആശുപത്രിയിലൊന്നും കയറരുത്. നിങ്ങളെ പൂത്ത കാശുണ്ടെന്നറിയാം, പാതാളത്തിൽ വെച്ചോണ്ടിരിക്കുകയാണെന്ന് അവർക്കറിയാം. ബില്ല് എഴുതി തള്ളും. നീ പിന്നെ സർക്കാർ ആശുപത്രി കൊള്ളാം. 1.5 വർഷം കഴിഞ്ഞാലും നിങ്ങൾ ചികിത്സ കഴിഞ്ഞ് ഇറങ്ങൂല. ഇതിനൊരു സമാധാനം എന്ത് കിട്ടാൻ? നമുക്കൊരു കാര്യം ചെയ്യാം, എനിക്ക് മനസ്സിന് ഇഷ്ടമുള്ള ആരെങ്കിലും പോയെന്ന് കാണാം, അപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും. അപ്പോൾ ഈ ആസ്മയ്ക്കൊരു ചെറിയ ആശ്വാസം കിട്ടും. ശരി, ഒരു ആട്ടോ വിളി. ഇനി ഇത് കിടന്ന് തള്ളാൻ പോകണം. പിന്നെ വാ നാടെ ആട്ടോ വിളിച്ച് പോവാം. എനിക്ക് ശരിക്കും ഈ ഓണം കൂടണം എന്നുള്ളതിലുപരി എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ പേരുണ്ട്. അവരെയൊക്കെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ളതും കൂടി ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ നിങ്ങളെയൊക്കെ കാണാൻ പറ്റി, അതൊരു വലിയ സന്തോഷം. നമുക്ക് സന്തോഷം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കലാകാരനാണ്, ഒരുപാട് ഇഷ്ടമുള്ള ഒരു കലാകാരിയാണ്. രണ്ടുപേർക്കും മാവേലിയുടെ നമസ്കാരം. നമസ്കാരം. സുനീഷ് വാരനാട് ഒരു കാലഘട്ടത്തിൻ്റെ രോമാഞ്ചമായിരുന്നു. കാരിക്കേച്ചറൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കാറുണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ്. അതെ, കാര്യം അത് ചെയ്യുന്നവർ വളരെ കുറവാണ്. അതെ, അപ്പോൾ നിറയെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട് നമുക്ക് ആ കാലഘട്ടത്തിൽ. ഇപ്പോൾ സിനിമാ മേഖലയിലാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത്. അതുപോലെ പ്രീതിമയും സിനിമാ മേഖലയിലേക്ക് വന്നെന്ന് തോന്നുന്നു, ഡബിങ്ങിലൂടെ. സീരിയൽ ഞാൻ ഇടയ്ക്ക് 1-2 സീരിയൽ കണ്ടതിലൊക്കെ പ്രീതിമയുടെ ശബ്ദം കേട്ടു. ഈ അടുത്ത സമയത്തൊക്കെ 1-2 സീരിയലൊക്കെ ചെയ്തു. ഞാൻ പ്രധാനമായിട്ട് ഓണം കൂടണം, എനിക്കിഷ്ടമുള്ള നിങ്ങളെയൊക്കെ കാണണം, നിങ്ങളെ കൂടെ കുറച്ചു നേരം സംസാരിക്കണം, എൻ്റെ സ്നേഹം പങ്കുവയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ശരിക്കും താങ്കളൊരു തിരക്കഥാകൃത്താണ്, സിനിമ അഭിനേതാവാണ്, അതുപോലെ സിനിമ സംവിധാനം ചെയ്യാൻ വരുന്നു. എന്തൊക്കെയാണ് പുതിയ സിനിമാ വിശേഷങ്ങൾ മാവേലിയായിട്ട് ഒന്ന് പങ്കുവയ്ക്കാനായിട്ട്? അല്ല, പുതിയ വിശേഷങ്ങൾ നമ്മൾ അങ്ങനെ അനൗൺസ് ചെയ്യാറൊന്നും ആയില്ല. അടുത്ത സിനിമ ഉടനെ അനൗൺസ് ചെയ്യും. പിന്നെ ഒരു 1-2 പരിപാടികൾ, അത് ഇത്തിരി ഒരു വലിയ പരിപാടികളാണ്, അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു. പിന്നെ ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അത് സെപ്റ്റംബർ അവസാനം ചിലപ്പോൾ ഷൂട്ട് തുടങ്ങും. അതിൻ്റെ പരിപാടിയായിട്ടൊക്കെ അതാണ് അടുത്തത് വരാൻ പോകുന്നത്. നന്നായിരിക്കട്ടെ, എല്ലാവിധ വിജയാശംസകളും. എന്തായാലും മാവേലി തമ്പുരാൻ അനുഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രീതിമയുടെ പുതിയ പരിപാടികൾ എന്തൊക്കെയാണ് പറഞ്ഞേ? പുതിയ പരിപാടി ഈ പറഞ്ഞ കണക്ക് ഡബിങ് ഉണ്ട്, പിന്നെ സ്റ്റേജ് ഷോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചാനലിൽ ആർട്ടിസ്റ്റായിട്ട് കയറി. അങ്ങനെയൊക്കെയാണ് പുതിയ വിശേഷം. നന്നായിരിക്കട്ടെ. അനിയനെ കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, അനിയനാണ്, ആകപ്പാട് ഒരു അനിയനല്ലേ ഉള്ളൂ. എന്താ ചെയ്യുന്ന അനിയൻ? അവനിപ്പോ സിവിൽ സർവീസിന്റെ കോച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മിടുക്കൻ. നന്നായിരിക്കട്ടെ. സുനീഷ് വാരനാട് ഒരുപാട് രാഷ്ട്രീയ താരങ്ങളെ അനുകരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാടല്ല, കുറച്ച്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദമൊക്കെ താങ്കളിൽ നിന്ന് നേരിട്ട് ഒന്ന് കേൾക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഞാൻ പലപ്പോഴും കൂടുതൽ വേദികളിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് സഖാവ് അച്ചുമാമയും പിന്നെ ഉമ്മൻചാണ്ടി സാറും ഒക്കെയാണ്. അതെ. അപ്പോൾ അവരോടുള്ള ബഹുമാനം പൂർണ്ണമായും നമ്മുടെ ആ ബഹുമാനം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും. ഇപ്പോൾ സഖാവ് VS-നെ ഓർമ്മിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഈ രസകരമായി പറയുന്നയാളാണ്. ഒരു നർമ്മപ്രിയനാണ്. ആ നർമ്മപ്രിയ എന്ന് പറയുന്നത് നർമ്മമായി പറയുകയല്ല, പക്ഷെ അത് ആളുകൾക്ക് മനസ്സിലാവാനാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. ഒരുപക്ഷെ പുള്ളി ഇങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഓണം കണക്ട് ചെയ്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം പറയുന്നതെന്ന് എൻ്റെ ഒരു ഭാവനയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് സഖാവ് മാവേലി. കാരണം റിയൽ എസ്റ്റേറ്റ് മാഫിയ തലവനായിരുന്ന മിസ്റ്റർ വാമനൻ്റെ, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കരാളഹസ്തങ്ങളിൽപ്പെട്ട് ഭൂമിക്കടിയിലേക്ക് താഴ്ത്തപ്പെട്ട ആദ്യത്തെ രക്തസാക്ഷി സഖാവ് മാവേലിക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ. സൂപ്പർ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം എന്നെ ഒരു രക്തസാക്ഷിയാക്കി കളഞ്ഞു. പ്രീതിമേ, ഇനി പ്രീതിമ എന്താണ് മാവേലിക്ക് ഓണസമ്മാനമായിട്ട് തരാം? ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ച ശിവാംഗി കൃഷ്ണകുമാറിന്റെ ഗായികയാണ്. ബിന്നി കൃഷ്ണകുമാർ മാഡത്തിന്റെ മകളാണ്. അപ്പം തമിഴാണ്, പിന്നെ മലയാളിയും കൂടിയാണ്. അപ്പൊ ആ വോയിസ് ഒന്ന് ട്രൈ ചെയ്ത. ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചതാണ്, ചെയ്യുന്നതാണ്. ഒന്നറിയോ, ഞാനിന്ന് വരുമ്പോ
ഇന്ന് രാവിലെ ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ മാവേലി കണ്ടു കഴിഞ്ഞാൽ നല്ലായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ കൗമുദി ചാനൽ വന്നപ്പോ വേണ്ട മാവേലി. അടിപൊളി അടിപൊളി. ശിവാംഗിയുടെ കുക്ക് വിത്ത് കോമഡിയൊക്കെ ഞാൻ കാണുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കലാകാരി കൂടിയാണ്. നന്നായിട്ട് പാടും, മിടുക്കിയാണ്. വരുന്ന തലമുറയിലെ പുതിയൊരു ഇന്റർവ്യൂസ് ഒക്കെ നമ്മളിങ്ങനെ കണ്ടിരുന്നു. അതെ, പുള്ളി വർത്താനം പറയുന്ന രീതിയാണ് ഭയങ്കര ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കും. മനോഹരമായിട്ടുണ്ട്, അതിഗംഭീരം. സഖാവ് VS അച്യുതാനന്ദൻ എന്ന വ്യക്തി, അദ്ദേഹം ജീവിതത്തിൽ ഒരുപക്ഷെ ഈ ദൈവവിശ്വാസം ഇല്ലാതിരുന്ന ഒരാളാണ്. അത് അദ്ദേഹം പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അതിനകത്ത് തമാശ ഒന്നുമില്ല, വളരെ സീരിയസ് ആണ്. അദ്ദേഹം സാധാരണ ഈ പിന്നെ പ്രസംഗിക്കുന്ന രീതിയിലല്ല പറഞ്ഞത്. അങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കേട്ടതായതുകൊണ്ടാണ് ഞാൻ അത് വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷെ അത് ഭയങ്കര ഇമോഷണലാണ് പുള്ളി പറയുന്നത്. അത് അച്ഛനും അമ്മയും കൊച്ചുമക്കളും അടങ്ങുന്ന ഒരു സാധാരണ കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അങ്ങനെ അമ്മയ്ക്ക് വസൂരി ദീനം പിടിപെട്ടു. അന്നൊക്കെ വസൂരി വന്നാൽ മരുന്നൊന്നുമില്ല. തൊട്ടപ്പുറത്ത് എവിടെയെങ്കിലും പാടത്ത് ഓല കൊണ്ടൊരു കുടിലുണ്ടാക്കി ഈ രോഗം വന്നയാളെ അതിനുള്ളിൽ കിടത്തി ഒറ്റയ്ക്കാക്കുകയാണ് പതിവ്. മരുന്നും ആഹാരവും ഒക്കെ ആരെങ്കിലുമൊക്കെ എത്തിക്കും. അങ്ങനെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഞങ്ങൾ കരഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോയി ദൂരേക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. അവിടെ ഒരു ചെറ്റക്കുടിലിൽ അമ്മയുണ്ട്. ഒരു പക്ഷേ ആ കുടിലിൻ്റെ ഓലക്കണക്കിടയിലൂടെ അമ്മ ഞങ്ങൾ മക്കളെയൊക്കെ കാണുന്നുണ്ടാവാം. ഞങ്ങൾ അമ്മയെ തിരിച്ചു തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ അമ്മ അധികം താമസിയാതെ തന്നെ മരിച്ചു. പിന്നീട് അമ്മയില്ലാത്ത ഞങ്ങളെ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളുടെ അച്ഛൻ വളർത്തിയത്. അപ്പോൾ അച്ഛനും ജ്വരം വന്നു. അച്ഛനെയും കൂടി കൊണ്ടുപോകുമോ എന്ന് ഞങ്ങൾ കരഞ്ഞു. ഞങ്ങൾ കുട്ടികൾ അച്ഛനെയും അമ്മയെയും, അല്ലെങ്കിൽ അമ്മയെ കൊണ്ടുപോയതുപോലെ അച്ഛനെയും കൊണ്ടുപോകരുതേ എന്ന് ഞങ്ങൾക്കറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനും മരിച്ചു. അന്ന് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കേൾക്കാത്ത ദൈവങ്ങൾ പിന്നെ ആ ദൈവങ്ങളെ വിളിക്കണ്ട എന്ന് തീരുമാനിച്ചു. അന്നു മുതലാണ് ദൈവത്തിൽ വിശ്വാസമില്ലാതായത്. മനോഹരം. നമ്മളൊക്കെ ഞാനൊക്കെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെയൊക്കെ ശബ്ദം ഒരുപാട് വർഷം 10-25 വർഷം സ്റ്റേജിൽ ഇത് ചെയ്ത് സത്യം പറഞ്ഞാൽ അരി വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ പ്രോഗ്രാം കാണാനുണ്ട് മുമ്പിൽ. അപ്പം സഖാവ് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ ചെന്ന് ചോദിച്ചു, സഖാവ് എങ്ങനെയുണ്ട് എൻ്റെ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോടൊക്കെ അന്ന് പറഞ്ഞത്, പുള്ളി ചോദിച്ചത് ഇങ്ങനെയാണ്, നിനക്ക് കാശ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കാശ് കിട്ടുന്നുണ്ട്. അയക്കോ, നിന്നെപ്പോലെ കുറേ എണ്ണം ഉണ്ടല്ലോ TV-യിൽ എന്നെ വിറ്റ് ജീവിക്കുന്നവർ എന്ന് പറഞ്ഞു. അത്രത്തോളം നമ്മളെപ്പോലുള്ള കലാകാരന്മാരെ ഇഷ്ടപ്പെടുകയും നമ്മളുടെയൊക്കെ പെർഫോമൻസുകളെ ഭയങ്കര, ഇപ്പം പുള്ളിയുടെ ഈ സിനിമയിലൊക്കെ പുള്ളിയുടെ ഡ്യൂപ്പുകളൊക്കെ വരുമായിരുന്നു. പുള്ളി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഇദ്ദേഹം മരിച്ച സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്ത കാര്യം തന്നെ ഇതാണ്. പ്രീതിമേ, നമുക്കിനി ആരുടെയെങ്കിലും 1-2 പേരുടെയും കൂടെ ശബ്ദം എനിക്ക് വേണ്ടി. ഓക്കെ, അപ്പൊ എന്തായാലും സഖാവ് VS വന്ന സ്ഥിതിക്ക് സഖാവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചിന്താ ജെറോം. അതെ, മാവേലിയെ കണ്ട സ്ഥിതിക്ക് മാവേലിയുടെ മുന്നിൽ വെച്ച് തന്നെ എൻ്റെ ഒരു ഓണത്തെ പറ്റിയിട്ട് ഞാനൊന്ന് പറയാം. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ ഓണം ആഘോഷിക്കുന്നത് പോലെയല്ല. എൻ്റെ ചെറുപ്പകാലത്തെന്ന് പറയുമ്പോൾ നമ്മൾ അത്തപ്പൂക്കളം, വീടുകളിൽ പോയി പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് അത്തപ്പൂക്കളം ഇടുമായിരുന്നു. അതുപോലെ തന്നെ വീട്ടുകളിൽ ബന്ധുക്കൾ വന്ന് തലേ ദിവസം തന്നെ നമ്മൾ ഉപ്പേരി, കായ വറുത്തത്, കറികൾ എല്ലാം തന്നെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു സ്വിഗ്ഗി, സൊമാറ്റോ അതിൽ നിന്നൊക്കെ തന്നെ ഇപ്പോൾ സദ്യ ഓർഡർ ചെയ്യുന്നു, കഴിക്കുന്നു. അങ്ങനെ ഒരു മാറ്റം കൂടി ഇപ്പോഴത്തെ ഓണത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ മാവേലിക്ക് എന്താണ് പറയാനുള്ളത്? അത് കാലഘട്ടങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് ആളുകളുടെ, എൻ്റെ പ്രജകളുടെ തിരക്കുകളും അവരുടെ അലച്ചിലുകളും ഒക്കെ മാറി മാറി വരും. മാവേലിയുടെ പരിപാടി കോപ്പി അടിച്ച ഒരാളുണ്ട്. കോപ്പിയുടെ അല്ല, ശരിക്കും പേറ്റന്റ് മാവേലിക്ക. അത് നമ്മുടെ ഒരു പഴയ ഭരണാധികാരിയാണ്. ഞാൻ മാവേലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു ജനസമ്പർക്ക പരിപാടി. ഇപ്പം അങ്ങ് ചെയ്യുന്നതും ജനസമ്പർക്ക പരിപാടിയാണ്. അതെ, ഇത് ഞാൻ വളരെ നന്നായി ചെയ്യുകയും വിജയിപ്പിക്കുകയും ചെയ്തൊരു ആളാണ്. അറിയാം, എനിക്കറിയാം. ഇപ്പം അതുകൊണ്ട് അത് മാവേലിയോട് പ്രത്യേകമായി ഒരു നന്ദി അതിന് ഞാനിപ്പോൾ ഈ അവസരത്തിൽ ചെയ്യാം.
അപ്പോൾ അതിന്റെ പേറ്റന്റ്, ജനസമ്പർക്ക പരിപാടിയുടെ പേറ്റന്റ് മാവേലിക്ക്. അത് മാവേലി കൊള്ളാം. ഓക്കെ, സന്തോഷം. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ജനനേതാവായിരുന്നു. വളരെ കാരുണ്യവാനായ ഒരു നല്ല ഹൃദയത്തിനുടമയായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹവും. തീർച്ചയായും നമ്മളെ ഭരിച്ചവരുടെ മേന്മയും മഹത്വവും ഒക്കെ ഇപ്പൊ വീണ്ടും അത് ഓർക്കുന്ന കാലമാണ്. അതെ, തീർച്ചയായും മാവേലി ഇപ്പം നമ്മൾ ആരും മോശക്കാരല്ല, നമ്മളെ ഭരിക്കുന്നവരെല്ലാം ആരും മോശക്കാരാണ് നമ്മൾ ആരും പറയില്ലല്ലോ. അതെ, അവർക്കൊരു പ്രത്യേകമായ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ അവരവിടെ എത്തുന്നത്. അതെ, അവരുടെയൊക്കെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? തീർച്ചയായും. പ്രീതിമേ, എന്തോ ഇനി നമുക്ക് ആരുടെയെങ്കിലും ഒരാളുടെയും കൂടെ ശബ്ദം കേട്ടാൽ ഒരു സന്തോഷം കൂടുതലാവും. ഇപ്പൊ തന്നെ വളരെ സന്തോഷമാണ് നിങ്ങളെ നേരിട്ട് കണ്ടതിലും ഇതൊക്കെ കേൾക്കാനും നേരിട്ട് കാണാനും സാധിച്ചതിൽ വലിയ സന്തോഷമാണ്. ഇനി എന്തെങ്കിലും കൂടി കിട്ടിയാൽ അതൊരു ഓക്കെ പറയാം. അപ്പം സുജയ പാർവതി ന്യൂസ് ചാനലിലെ സുജയ ചേച്ചിയുടെ ശബ്ദം ചെയ്യും. ചെയ്യാം. സാർ എനിക്ക് ഗുരുവാണ്. യഥാർത്ഥത്തിൽ വിഷ്വൽ മീഡിയയിലേക്ക്, മാധ്യമ പ്രവർത്തനം എന്നുള്ള ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണെങ്കിലും വിഷ്വൽ മീഡിയയിലേക്ക് വരാനുള്ള കാരണം NB നികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്പൊരി റിപ്പോർട്ടറാണ്. സാർ എന്നെ മീറ്റേഴ്സിൽ അങ്ങനെ ചെയ്തൊക്കെ പറയും, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ഒരു ഗുരു ശിഷ്യയോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ, പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നാണ് കരുതുന്നത്. അതിഗംഭീരം, വാതോരാതെ സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹവും. ഇപ്പൊ ഇദ്ദേഹവും അങ്ങനെയാണ്. ഒരു മരിച്ച ആളെ കൂടി നമ്മുടെ ഓർമ്മയിലുള്ള ആളെ കൂടി ഈ മാവേലി പറഞ്ഞതിനെ വേറൊരു രീതി പറയാം. അത് പറഞ്ഞത് സുകുമാർ അഴീക്കോട് മാഷാണ്. അദ്ദേഹമാണ്. ഓണം എന്നത് യഥാർത്ഥത്തിൽ തോറ്റുപോയവൻ്റെ ആഘോഷമാണ് ഓണം. ഈ മാവേലി എന്നയാൾ തോറ്റയാളാണ്. യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ഈ രാജാവിനെ ഒരു കുൽസിത പ്രവർത്തിയുടെ ഭാഗമായി ഭൂമിക്കടിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അതിനുശേഷം ഇയാൾ തിരികെ വരുന്ന ഒരു ദിവസം ഒരു നാട് മുഴുവൻ, ഒരു ജനത മുഴുവൻ ഇയാളെ വരവേൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് തോറ്റുപോയവനെ ഒരിക്കൽ ഒരു ദിവസം ഒരു നാട് വരവേൽക്കുന്നൊരു ദിവസം ഉണ്ടാവും. അതാണ് യഥാർത്ഥത്തിൽ ഓണത്തിൻ്റെ സന്ദേശവും. ഒരിക്കലും തോറ്റുപോയി, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി എന്ന് വിചാരിക്കാൻ പാടില്ല. കാരണം പരാജയപ്പെട്ടവൻ വിജയിക്കുകയും അവനെ ജനങ്ങൾ കൈയടിച്ച് വരവേറ്റ് സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു കാലം ഉണ്ടാകും എന്നതാണ് യഥാർത്ഥത്തിൽ ഓണത്തിൻ്റെ സന്ദേശം. അതിനൊരു തെളിവായിട്ടാണ് നോമെത്തിയിരിക്കുന്നത്. സന്തോഷം. എന്നിരുന്നാലും ഈ ഓണം എനിക്ക് വളരെ ഓർമ്മകൾ നിറഞ്ഞ ഒരു ഓണമാണ്. കാര്യം തിരിച്ചു പോകുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഇത്രയും ഓർമ്മകൾ, 10 ദിവസത്തെ ഓർമ്മകൾ കൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. എനിക്കിഷ്ടമുള്ള, ഞാൻ എപ്പോഴും കാണുന്ന, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ വന്ന് കാണാനും നിങ്ങളുടെ കഴിവുകൾ നേരിട്ട് കണ്ട് ആസ്വദിക്കാനും കഴിഞ്ഞതിൽ മാവേലി അതീവ സന്തുഷ്ടനാണ്. ഞങ്ങൾക്ക് സന്തോഷം മാവേലി നേരിട്ട് കാണാൻ പറ്റി ഈ വർഷവും. സന്തോഷം. ഇനിയും കാണും നമ്മൾ. ഇനിയും കാണുമ്പോൾ നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ കലാജീവിതവും നിങ്ങളുടെ കുടുംബജീവിതവും നിങ്ങളുടെ എല്ലാ തരത്തിലും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉന്നമനങ്ങളും ഉയരങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് മാവേലി ആശംസിക്കുന്നു. രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സന്തോഷം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു രാഷ്ട്രീയക്കാരൻ്റെ ശബ്ദത്തിൽ ഓണാശംസകൾ പറയാം. ഓർമ്മിക്കാനും ഓമനിക്കാനും ഒരു വലിയ ചാക്ക് നിറയെ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ഈ ഓണക്കാലത്ത് കൗമുദി TV പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ. ഇനി പ്രീതിമയ്ക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാനിനി ഒരു ന്യൂസ് റീഡറിൻ്റെ ശബ്ദത്തിലിട്ട് പോവാം. നമസ്കാരം, കൗണ്ടർ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ ഷാനി. ഇപ്പോൾ നിൽക്കുന്നത് കൗമുദി ചാനലിൻ്റെ ടോക്ക് ഷോയിലാണ്. അപ്പോൾ ഓണവിശേഷങ്ങൾ നമ്മൾ മാവേലിയുമായിട്ട് കുറേ നേരം സംസാരിച്ചു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.